നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. ഏനാദിമംഗലത്ത് മീൻ പിടിക്കാൻ പാറമടയിലെ വെള്ളക്കെട്ടിൽ ചാടിയ 2 യുവാക്കൾക്ക് ചെളിയിലകപ്പെട്ട ദാരുണാന്ത്യം. ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മാനദണ്ഡങ്ങൾ പാലിക്കാതെ അനധികൃതമായി പ്രവർത്തിക്കുന്ന ക്വാറികൾക്കെതിരെ സർക്കാർ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തം. സർക്കാർ ജീവനക്കാരും അധ്യാപകരും സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച പണിമുടക്ക് പുനലൂർ താലൂക്കിൽ പൂർണ്ണം, പത്തനാപുരത്ത് ഭാഗികം. പണിമുടക്കിൽ ജനം വലഞ്ഞു. സമരം തെറ്റായ നടപടിയെന്ന് സർക്കാർ അനുകൂല സംഘടനാ പ്രതിനിധികൾ. ആര്യങ്കാവ് പഞ്ചായത്തിലെ വനമേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങൾക്ക് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ പരിഹാരമായതായി വൈസ് പ്രസിഡന്റ് മാമ്പഴത്തറ സലീം. ദേശീയപാതാ വിഭാഗം ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്നും മാമ്പഴത്തറ സലീം. കരിഞ്ചന്തയിൽ വിൽക്കാനുള്ള ശ്രമത്തിനിടെ പിടികൂടിയ റേഷനറി കടക്കൽ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ നശിക്കുന്നു. ഏനാദിമംഗലത്ത് മീൻ പിടിക്കാൻ പാറമടയിലെ വെള്ളക്കെട്ടിൽ ചാടിയ 2 യുവാക്കൾക്ക് ചെളിയിലകപ്പെട്ട ദാരുണാന്ത്യം. ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മാനദണ്ഡങ്ങൾ പാലിക്കാതെ അനധികൃതമായി പ്രവർത്തിക്കുന്ന ക്വാറികൾക്കെതിരെ സർക്കാർ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമായി. പത്തനാപുരം കുറുമ്പകരയിൽ ശ്യാംഭവനത്തിൽ രാജേന്ദ്രൻ ലീല ദമ്പതികളുടെ മകൻ 24-കാരൻ ശ്യാംരാജ്, കുറുമ്പകര സുജിത് ഭവനത്തിൽ കോമളന്റെയും സുലോചനയുടെയും മകൻ 25-കാരൻ ചിന്തു പ്രസാദ് എന്നിവർക്കാണ് വെള്ളക്കെട്ടിൽ അകപ്പെട്ട ദാരുണാന്ത്യം സംഭവിച്ചത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന ശ്യാംരാജിന്റെ അനുജൻ വിശ്വരാജ് വെള്ളത്തിൽ അകപ്പെട്ടെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. 3 പേരും ചേർന്ന് ഉച്ചയോടെയാണ് ഏനാദിമംഗലം മരുതിമൂട്ടിലുള്ള പാറമടയിലെ വെള്ളക്കെട്ടിൽ മീൻ പിടിക്കാനെത്തിയത്. ചൂണ്ട ഉപയോഗിച്ച് മീൻ പിടിക്കുന്നതിനിടെ ശ്യാംരാജ് വെള്ളത്തിലെ ചെളിയിൽ അകപ്പെടുകയായിരുന്നു. ശ്യാംരാജിനെ രക്ഷിക്കാനായി ഇറങ്ങിയതാണ് ചിന്തു പ്രസാദ്. 2 ചെറുപ്പക്കാർ ഈ പാറക്കുളത്തിൽ മീൻ പിടിക്കാൻ എത്തിയതാണ്. അവർ മീൻ പിടിക്കുന്നതിനിടയിൽ ഈ പാറക്കുളത്തിലേക്ക് ചാടി താന്നു പോവുകയുമാണ് സംഭവിച്ചിട്ടുള്ളത്. അടൂർ, പത്തനംതിട്ട യൂണിറ്റുകളിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം മണിക്കൂറുകളോളം തെരച്ചിൽ നടത്തിയാണ് 2 പേരുടെയും മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. അടൂരിൽ നിന്ന് എത്തിയ ഫയർഫോഴ്സ് യൂണിറ്റിന് ആധുനിക സജ്ജീകരണങ്ങൾ ഇല്ലാതിരുന്നത് മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നത് വൈകിച്ചു. ഫയർഫോഴ്സ് സംവിധാനം ഇപ്പോഴും പണ്ട് കാലത്തിന്റെ കൂട്ട് ഇങ്ങനെ വെള്ളം കെട്ടി ഇങ്ങനെ കയറിട്ട് നോക്കുന്ന ഒരു സംവിധാനം, ആധുനിക സംവിധാനം ഉണ്ടാകുന്നില്ല. കിഴക്കൻ മേഖലയിൽ ഉപയോഗശൂന്യമായ പാറമടകളിലെ വെള്ളക്കെട്ടിൽ വീണ് അപകട മരണങ്ങൾ തുടർക്കഥയാകുമ്പോഴും അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. ഇത്തരത്തിലുള്ള പാറക്കുളങ്ങൾ നമ്മളുടെ പഞ്ചായത്തിൽ 3-4 പാറക്കുളങ്ങൾ സംരക്ഷണങ്ങൾ ഒന്നുമില്ലാതെ, വേലികളോ ഒന്നും കെട്ടാതെ തന്നെ 3-4 പാറക്കുളങ്ങൾ ഇത്തരത്തിൽ നമ്മളുടെ പഞ്ചായത്തിൽ നിലവിലുണ്ട്. ഇതിനു മുമ്പായി കുന്നടയിൽ ഇതേപോലെ ഒരു പാറക്കുളത്തിൽ അത് പിന്നെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. എങ്കിലും ആ പാറക്കുളങ്ങൾക്കൊന്നും തന്നെ സംരക്ഷണ വേലികളോ മറ്റൊന്നും ഇല്ലാത്തതിനാലാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഉണ്ടാവുന്നതും ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നതും. അതുകൊണ്ട് ഉടമകൾക്ക് അടിയന്തരമായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് അടിയന്തരമായി ഉടമകൾക്ക് ഇതിന് വേണ്ടുന്നതായിട്ടുള്ള നടപടി എടുക്കുന്നതിന് വേണ്ടുന്നതായിട്ടുള്ള രേഖാമൂലം ഉള്ള അറിയിപ്പ് അവർക്ക് നൽകി ഇതിൻ്റെ നടപടികൾ പഞ്ചായത്തിൻ്റെയും റവന്യൂ വകുപ്പിൻ്റെയും ഭാഗത്തു നിന്ന് ഉടൻ തന്നെ ഇതിനുള്ള നടപടികൾ ഉണ്ടാവുന്നു. മരണമടഞ്ഞ യുവാക്കൾ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഇവരുടെ മരണം പ്രദേശത്തെ ദുഃഖത്തിലാഴ്ത്തി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സർക്കാർ ജീവനക്കാരും അധ്യാപകരും സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച പണിമുടക്ക് പുനലൂർ മണ്ഡലത്തിൽ പൂർണ്ണമായിരുന്നു. മിക്ക സർക്കാർ ഓഫീസുകളുടെയും പ്രവർത്തനം അവതാളത്തിലായി. പുനലൂർ താലൂക്കിൽ 81 സർക്കാർ ഓഫീസുകളാണ് ആകെയുള്ളത്. മൊത്തം 981 ജീവനക്കാർ. ഇതിൽ 78% ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുത്തു. റീസർവേ, ലോട്ടറി ഓഫീസുകൾ പൂർണ്ണമായും അടഞ്ഞു തന്നെ കിടന്നു. പുനലൂർ നഗരസഭാ പരിധിയിലെ സർക്കാർ ഓഫീസുകളിലെ ഹാജർ നില ഇങ്ങനെയാണ്. സബ് ട്രഷറിയിൽ 12 ജീവനക്കാരിൽ 4 പേർ ഹാജരായി. ലേബർ ഓഫീസിൽ 8 ജീവനക്കാരുള്ളതിൽ 2 പേർ മാത്രം ഹാജരായി. താലൂക്ക് ഓഫീസിൽ 72 ജീവനക്കാരിൽ 23 പേർ ഹാജരായി. ട്രൈബൽ ഓഫീസിൽ 15 ജീവനക്കാരിൽ 2 പേരും താലൂക്ക് സപ്ലൈ ഓഫീസിൽ 17 ജീവനക്കാരിൽ ഒരാളും ഹാജരായി. അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിൽ 18 പേരിൽ 7 പേർ ഹാജരായപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗത്തിൽ 17 ജീവനക്കാരിൽ 4 പേർ ഹാജരായി. AE ഓഫീസിൽ 11 ജീവനക്കാരിൽ 2 പേർ മാത്രം ഹാജരായപ്പോൾ DFO ഓഫീസിൽ 17 പേരിൽ 3 പേരെത്തി. PWD ഓഫീസിൽ 55 പേരിൽ 10 പേർ മാത്രമാണ് ഹാജരായത്. ESI ഡിസ്പെൻസറിയിൽ 10 പേരിൽ 3 പേർ ഹാജരായി. പോളിടെക്നിക്കിൽ 60 ജീവനക്കാരിൽ 13 പേരും DEO ഓഫീസിൽ 24 ജീവനക്കാരിൽ 10 പേരും ഹാജരായി. RTO ഓഫീസിൽ 12 ജീവനക്കാരിൽ 3 പേരെത്തിയപ്പോൾ KIP ഓഫീസിൽ 11 ജീവനക്കാരിൽ ഒരാൾ മാത്രം ഹാജരായി. നഗരസഭാ ഓഫീസിൽ 54 ജീവനക്കാരുള്ളതിൽ 18 പേർ മാത്രമാണ് ഹാജരായത്. താലൂക്ക് ആശുപത്രിയിൽ ഓഫീസ് സ്റ്റാഫുകളിൽ 3 പേർ പണിമുടക്കിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സംസ്ഥാന
ജീവനക്കാരും അധ്യാപകരും സംഘടിപ്പിച്ച പണിമുടക്ക് പുനലൂർ താലൂക്കിൽ പൂർണ്ണ വിജയമായിരുന്നുവെന്ന് സമരാനുകൂലികൾ അവകാശപ്പെട്ടു. പണിമുടക്കിന്റെ ഭാഗമായി ജീവനക്കാർ നഗരത്തിൽ പ്രകടനം നടത്തി. TB ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി താലൂക്ക് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം CS ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. നിരവധി പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങൾ സംരക്ഷിക്കാൻ UDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ വീണ്ടും സമരം നടത്തേണ്ട സ്ഥിതിയാണെന്ന് ഉദ്ഘാടകൻ കുറ്റപ്പെടുത്തി. 1990 വരെയുള്ള എല്ലാ പോരാട്ടങ്ങളും ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയായിരുന്നെങ്കിൽ 90 മുതൽ ഇങ്ങോട്ട് നേടിയെടുത്തവ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളാണ്. ലോകത്ത് നടക്കുന്ന സാമ്പത്തിക നയങ്ങളുടെ ഭാഗമായി കേരളത്തിന്റെ സിവിൽ സർവീസിനെയും തകർക്കുന്നതിനുള്ള നടപടിയാണ് വന്നിട്ടുള്ളത്. ഇവിടെ പരിശോധിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട സമരം 2002 ശ്രീമാൻ AK ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ആദ്യമായി രാജ്യത്ത് ഇത്തരം പരിഷ്കാരങ്ങൾക്ക് അവസരം കാത്തു. അന്ന് ജീവനക്കാരുടെ സംഘടനകൾ അവരുടെ രാഷ്ട്രീയ നിറം നോക്കാതെ യോജിച്ച പോരാട്ടത്തിലൂടെ അവസാനിപ്പിച്ച നടപടിക്രമങ്ങൾ ഇന്നിതാ ഉമ്മൻചാണ്ടി വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നു. സംസ്ഥാനത്തെ സിവിൽ സർവീസിന്റെ ആകർഷകത്വം പെൻഷനാണ്. പെൻഷൻ അട്ടിമറിക്കുന്ന നടപടിയുമായി സർക്കാർ മുമ്പോട്ട് പോകുന്നു. സമരസമിതി കൺവീനർ സന്തോഷ് K. നാഥ് അധ്യക്ഷനായി. NGO യൂണിയൻ പുനലൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി V. സതീശൻ സ്വാഗതം പറഞ്ഞു. KSTA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PK. അശോകൻ, ആക്ഷൻ കൌൺസിൽ കൺവീനർ T. സഫീർ, NGO യൂണിയൻ പുനലൂർ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് P. സരസ്വതി അമ്മ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സർക്കാർ ഉദ്യോഗസ്ഥരുടെയും അധ്യാപകരുടെയും പണിമുടക്ക് പത്തനാപുരം താലൂക്കിൽ ഭാഗികം. അതേസമയം പൊതുജനം പണിമുടക്കിനെ തുടർന്ന് വലിയ ദുരിതം നേരിട്ടു. സമരം തെറ്റായ നടപടിയാണെന്ന് സർക്കാർ അനുകൂലികൾ കുറ്റപ്പെടുത്തി. ജീവനക്കാരില്ലാത്തതിനാൽ പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് അടക്കമുള്ള സർക്കാർ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിച്ചില്ല. പത്തനാപുരം താലൂക്ക് ഓഫീസിലും ഹാജർ നില പൊതുവെ കുറവായിരുന്നു. സർക്കാർ അനുകൂല സംഘടനകളിൽപ്പെട്ട ജീവനക്കാർ മാത്രമാണ് ജോലിക്കെത്തിയത്. കൃഷി ഓഫീസിൽ ഒരു ജീവനക്കാരൻ മാത്രമാണ് എത്തിയത്. വിളവിറക്കൽ സമയത്ത് കൃഷി ഓഫീസിൽ ജീവനക്കാരില്ലാതിരുന്നത് കർഷകരെ ഏറെ ദുരിതത്തിലാഴ്ത്തി. കർഷകരെ ദ്രോഹിച്ചുകൊണ്ടുള്ള ഇത്തരം സമരങ്ങൾ സംഘടനകൾ ഒഴിവാക്കണമെന്ന് സർക്കാർ അനുകൂല സംഘടനയുടെ മുൻ ഭാരവാഹിയും പത്തനാപുരം കൃഷിഭവൻ ജീവനക്കാരനുമായ രാജീവ് ലൈവ് വാർത്തയോട് പറഞ്ഞു. ഞാൻ ഒഴികെ എല്ലാവരും പണിമുടക്കിലാണ്, ഓഫീസർ ഉൾപ്പെടെ പണിമുടക്കിലാണ്. പിന്നെ കൃഷിയൊക്കെ പുതുതായിട്ട് ഇറക്കുന്ന സമയമൊക്കെ ആയിട്ട് കൃഷി ഓഫീസിലെ ജീവനക്കാർ പൊതുവെ പണിമുടക്കുന്നത് ഒരു തെറ്റായ ധാരണയാണ്, തെറ്റായ രീതിയാണ്. NGO അസോസിയേഷൻ്റെ ആൾക്കാർ മാത്രമേ ഉള്ളൂ പണിമുടക്കാറുള്ള. ബാക്കി മുഴുവൻ ജീവനക്കാരും ഇവിടുത്തെ NGO സംഘ, ജോയിൻറ്റ് കൗൺസിൽ, NGO യൂണിയൻ എന്നീ തരത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് ഈ കൃഷിഭവനിലെ ഇന്ന് ഈ കാണുന്ന ഒഴിഞ്ഞ കസേരകളൊക്കെ ഇന്ന് കാണാൻ സാധിച്ചു. കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് സർക്കാർ ഉറപ്പ് പറഞ്ഞ സ്ഥിതിക്ക് വീണ്ടും പണിമുടക്കിയത് ഒരു തെറ്റായ ഒരു പ്രവണതയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ്. പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നുമില്ല. പഞ്ചായത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തിയ നിരവധി പൊതുജനങ്ങളാണ് ദുരിതത്തിലായത്. റേഷൻ കാർഡ് പുതുക്കലിന്റെയും പേര് ചേർക്കലിന്റെയും സമയപരിധി അടുത്ത സാഹചര്യത്തിൽ പൊതുജനത്തെ പണിമുടക്ക് ഏറെ വലച്ചു. പലരും കൈക്കുഞ്ഞുങ്ങളുമായി എത്തി മടങ്ങുന്ന കാഴ്ചയും കാണാമായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സർക്കാർ ജീവനക്കാരുടെ സമരം പുനലൂർ AE ഓഫീസിലെ സമരവിരുദ്ധർ അവധിയായി ആഘോഷിച്ചു. AEOയും UD ക്ലർക്കും ഹാജർ ബുക്കിൽ ഒപ്പിട്ടു മടങ്ങി. ഇതിനെതിരെ പ്രതിഷേധവുമായി സമരാനുകൂലികൾ രംഗത്ത് വന്നു. വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാർ ഹാജർ ഒപ്പിക്കുന്നതിൽ ബഹുമിടുക്കരാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. പുനലൂർ AEO ഓഫീസിൽ ആകെയുള്ള ജീവനക്കാർ 11. ഇതിൽ 9 പേരും സമരത്തിൽ പങ്കെടുത്തു. AEO AM സത്യൻ, UD ക്ലർക്ക് ഷെറീഫ് എന്നിവരാണ് ഹാജർ ബുക്കിൽ ഒപ്പിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണവും കഴിച്ച് ഓഫീസ് പൂട്ടി മടങ്ങിയത്. സമരാനുകൂലികൾ അല്ലെങ്കിൽ ഹാജർ ബുക്കിൽ ഒപ്പിട്ട് 5 മണി വരെ ഓഫീസിലുണ്ടാകണം. ഓഫീസിന്റെ അധികാരി എന്ന നിലയിൽ AEOയും സമരത്തിൽ പങ്കെടുക്കുന്നുവെങ്കിൽ ഓഫീസ് പൂട്ടി താക്കോൽ കളക്ടറെ ഏൽപ്പിക്കണം. എന്നാൽ സമരത്തിന്റെ മറവിൽ ഓഫീസ് പൂട്ടി വീട്ടിൽ പോയ AEOയുടെ നടപടിയിൽ പ്രതിഷേധം ശക്തമാണ്. രാവിലെ ഹാജർ രേഖപ്പെടുത്തി ഓഫീസ് ജോലികളിൽ നിർവഹിച്ചിരുന്നവര് ഉച്ചയ്ക്ക് ഓഫീസ് പൂട്ടിയതിനു ശേഷം സ്ഥലം വിടുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഹാജർ ഉറപ്പാക്കുക എന്ന നടപടി മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പണിമുടക്കിൽ പങ്കെടുക്കാതെ ജോലിയിൽ പ്രവേശിച്ച് ഹാജർ രേഖപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ അവർ വൈകിട്ട് 5 മണി വരെ ഈ ഓഫീസിൽ ഉണ്ടാവേണ്ടത്. AM സത്യൻ എന്നാണ് പേരാണ് AEOയുടെ. അദ്ദേഹം വണ്ടൂർ AEO ആയിരിക്കെ ചില ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് സസ്പെൻഷന് വിധേയനായിട്ടുള്ള ആൾ കൂടിയാണ്. അപ്പോൾ
ഭരണാനുകൂല സംഘടനയുടെ നേതാവ് കൂടിയായ, അതിൻ്റെ പ്രധാന പ്രവർത്തകൻ കൂടിയായ ആൾ ഇത്തരത്തിലുള്ള ക്രമക്കേടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ദേശീയപാത വിഭാഗം ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന് ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാമ്പഴത്തറ സലീം. ഉദ്യോഗസ്ഥരുടെ കൃത്യവിലോപം മൂലം കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ അപകടങ്ങൾ വർദ്ധിക്കുകയാണെന്ന് മാമ്പഴത്തറ ചൂണ്ടിക്കാട്ടി. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ പുനലൂർ മുതൽ ആര്യങ്കാവ് വരെ അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. കരാറുകാരെ സഹായിക്കുന്നതിനു വേണ്ടി ദേശീയപാത അധികൃതർ നടത്തുന്ന വിക്രിയകളാണ് ഇത്തരത്തിലുള്ള നിർമ്മാണത്തിന് വഴിതെളിക്കുന്നതെന്നും മാമ്പഴത്തറ സലീം കുറ്റപ്പെടുത്തി. കഴുതുരുട്ടിയിലെ MSL ഭാഗത്തും LPSന് സമീപവും റോഡിന്റെ ഒരു വശം മാത്രമാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് അപകടങ്ങളും പതിവാണ്. ടെൻഡർ നടത്താതെ ഉദ്യോഗസ്ഥരുടെ ഇഷ്ടക്കാർക്ക് കരാർ നൽകുകയാണ് പതിവ്. യഥാസമയം നിർമ്മാണ പുരോഗതിയും നിലവാരവും പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല. ഇത് റോഡിന്റെ നിലവാര തകർച്ചയ്ക്കും അപകടങ്ങൾക്കും കാരണമാകുന്നുവെന്ന് മാമ്പഴത്തറ സലീം ചൂണ്ടിക്കാട്ടി. ദേശീയപാത ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും മാമ്പഴത്തറ ആവശ്യപ്പെട്ടു. NH ഉദ്യോഗസ്ഥർ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തിവരുന്നത്. ഇപ്പോൾ തെമ്പലയ്ക്ക് കിഴക്ക് വശത്തായി MSL ഭാഗത്ത് തന്നെ റോഡിന്റെ പകുതി ഭാഗം കോൺക്രീറ്റ് ചെയ്ത് വളരെയധികം അപകട സാധ്യതയുള്ള മേഖലയാണ്. അവിടെ എല്ലാ ദിവസവും ഒരു അപകടം എന്ന രീതിയിലുള്ള അപകടം ഉണ്ടാക്കിയിരിക്കുന്നു. ചില കൊട്ടേഷൻ വർക്കുകൾ കരാറുകാർക്ക് സഹായം ചെയ്യാൻ വേണ്ടി NHന്റെ ഉദ്യോഗസ്ഥർ നടത്തുന്ന വിക്രിയകളാണ് ഇത്തരത്തിൽ ഈ പണികൾ നടക്കുന്നത്. അന്വേഷണം ആവശ്യമാണ്. അതുമായി ബന്ധപ്പെട്ട് വിജിലൻസിന്റെ ഒരു അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ കലയനാട്, വാളക്കോട് ഭാഗങ്ങളിലെല്ലാം ചില അശാസ്ത്രീയമായ പണികൾ NH ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ടെൻഡർ സംവിധാനമില്ലാതെ ഇഷ്ടപ്പെട്ട കരാറുകാർക്ക് വർക്കുകൾ കൊടുത്തിട്ട് ആ വർക്കുകളുടെ നിലവാരം പരിശോധിക്കാതെ അതിന്റെ പ്രവൃത്തിയുടെ ആവശ്യകത മനസ്സിലാക്കാതെ ഉള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് അപകടം വരുത്തിവെക്കുന്നതിനും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഈ NH കൊല്ലൂർന്ന് കിഴക്കോട്ടുള്ള ആര്യങ്കാവ് മേഖലകളിൽ ഉണ്ടാക്കി വെക്കുന്നതിന് ഉത്തരവാദികൾ ഈ NHന്റെ അധികാരികളാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ലൈവ് വാർത്ത, ആര്യങ്കാവ്. ആര്യങ്കാവ് പഞ്ചായത്തിലെ വനമേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരമായതായി വൈസ് പ്രസിഡന്റ് മാമ്പഴത്തറ സലീം അറിയിച്ചു. വനമന്ത്രിയുടെ ചേംബറിൽ ചേർന്ന ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പങ്കെടുത്ത യോഗത്തിലാണ് വിവിധ തീരുമാനങ്ങൾ ഉണ്ടായത്. 4 വശവും വനത്താൽ ചുറ്റപ്പെട്ട പ്രദേശമായതിനാൽ വന്യജീവികളുടെ ശല്യം ഒഴിവാക്കാൻ വനാതിർത്തിയിൽ സൌരോർജ്ജവേലി സ്ഥാപിക്കുവാൻ യോഗത്തിൽ തീരുമാനമായി. ഇതിന്റെ ആദ്യ ഗഡുവായി 12 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. കൂടാതെ ആര്യങ്കാവ് രാജാക്കൂപ്പ് മുതൽ റോസ്മല വരെയുള്ള റോഡിന്റെ വനത്തിനുള്ളിലെ ഭാഗത്തിന്റെ നിർമ്മാണത്തിനുള്ള ഭരണാനുമതിയും ലഭിച്ചിട്ടുണ്ട്. ആര്യങ്കാവ് പഞ്ചായത്തിലെ വനസംരക്ഷണ സമിതിയുടെ ചുമതലയിലുള്ള പാലരുവി, കുംഭാവുരുട്ടി എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ഗാർഡുകളുടെ ശമ്പളവും വർദ്ധിപ്പിക്കും. മലയോര മേഖലയിലെ കർഷകർക്ക് അവർ നട്ടുപിടിപ്പിച്ച മരങ്ങൾ പോലും മുറിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിനും പരിഹാരം കാണും. കഴുതുരുട്ടിയിൽ നിന്നും ആരംഭിക്കുന്ന പ്രിയ എസ്റ്റേറ്റ് അച്ചൻകോവിൽ റോഡിന്റെ നവീകരണത്തിന് വനം വകുപ്പിന്റെ അനുമതിയും യോഗത്തിൽ ലഭിച്ചു. റോഡിന്റെ നവീകരണത്തിനായി പുനലൂർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ നൽകുമെന്ന് അഡ്വക്കേറ്റ് K. രാജു യോഗത്തിൽ ഉറപ്പു നൽകി. വന്യജീവികളുടെ ശല്യം കാരണം കർഷകനും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അതിന് പരിഹാരമുണ്ടാകണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആര്യങ്കാവ് പഞ്ചായത്തിലെ വനത്തോട് ചേർന്ന് കിടക്കുന്ന കാർഷിക മേഖലയിൽ സോളാർ ഫെൻസിംഗ് സംവിധാനം ചെയ്തതിനു വേണ്ടി ആദ്യ ഘട്ടമെന്ന നിലയിൽ ആദ്യ ഗഡുവായി 12 ലക്ഷം രൂപ ഇപ്പോൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചു. ആര്യങ്കാവ് രാജാക്കുപ്പ് റോസുമല റോഡ് ഇനിയിപ്പോൾ അവശേഷിക്കുന്നത് 5.5 കിലോമീറ്റർ ദൂരമാണ് തകർന്നു കിടക്കുന്നത്. 2.5 കിലോമീറ്റർ ദൂരം നേരത്തെ ടാർ ചെയ്തിരുന്നു. വനസംരക്ഷണ സമിതികൾ കുറേയേറെ ദൂരം കോൺക്രീറ്റ് ചെയ്തു. ജനവാസ മേഖലയായിട്ടുള്ള റോസുമലയിൽ പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും MLA ഉൾപ്പെടെയുള്ള ആളുകളുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആ റോഡ് പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. അവശേഷിക്കുന്ന 5.5 കിലോമീറ്റർ ദൂരത്തിന്റെ വനംവകുപ്പ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനും വരുന്ന പദ്ധതി ഗവൺമെന്റ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ റോഡ് നിർമ്മിക്കുന്നതിനാവശ്യ ഫണ്ട് നൽകാമെന്ന് വനം മന്ത്രി തന്നെ ഉറപ്പു നൽകിക്കൊണ്ട് ദീർഘകാലത്തെ റോസ്മല നിവാസികളുടെ ഒരു ദുഃഖത്തിന് പരിഹാരം ആ നിലയിൽ കാണാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കഴുതുരുട്ടി പ്രിയ എസ്റ്റേറ്റ് വഴി അച്ചൻകോവിൽ ശാസ്താ ക്ഷേത്രം റോഡ് 28 കിലോമീറ്റർ ദൂരമാണുള്ളത്. കഴുതുരുട്ടിയിൽ നിന്നും 8 കിലോമീറ്റർ ദൂരം BW റോഡ് ടാറിംഗ് റോഡാണ്. അതിനുശേഷമുള്ള അമ്പനാട് എസ്റ്റേറ്റിൽ കൂടിയുള്ള റോഡ് 7 കിലോമീറ്ററിൽ ഏകദേശം 53 ലക്ഷം രൂപ കഴിഞ്ഞ വർഷവും ഈ വർഷമായി വിനിയോഗിച്ചുകൊണ്ട് റോഡ് ടാറിംഗ് ഉൾപ്പെടെ ചില പ്രദേശങ്ങൾ കോൺക്രീറ്റ് ഉൾപ്പെടെ നടത്തി പൂർത്തീകരിക്കുന്നതിലേക്ക് പോവുകയാണ്.
ബഹുമാനിയനെ റവന്യൂ വകുപ്പ് മന്ത്രി പ്രിയ എസ്റ്റേറ്റിനകത്ത് പണിയുന്നതിന് 15 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അവിടെ 2 കിലോമീറ്ററോളം EFL ഉൾപ്പെടുത്തി വനമേറ്റെടുത്ത സ്ഥലമാണ്. ആ 2 കിലോമീറ്റർ ദൂരം 6 മീറ്റർ വീതിയിലുള്ള റോഡാണ് നിലവിലുള്ളത്. ആ റോഡ് നിർമ്മിക്കുന്നതിന് ഏതെങ്കിലും ഏജൻസികൾ ഫണ്ട് നൽകുന്ന മുറയ്ക്ക് വനംവകുപ്പ് ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യാം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഉറപ്പ് ആ യോഗത്തിൽ നൽകിയുണ്ടായി. അച്ചൻകോവിൽ നിന്നും പ്രിയ എസ്റ്റേറ്റിലേക്കുള്ള 7 കിലോമീറ്റർ ദൂരം ഇപ്പോൾ ഭൂരിഭാഗം പ്രദേശവും ഇപ്പോൾ മെറ്റിനിങ് കഴിഞ്ഞു. ആ റോഡിന് വേണ്ടി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ അനുവദിക്കാമെന്നുള്ള ഉറപ്പും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടത്താമെന്ന് MLA അറിയിച്ചിട്ടുണ്ട്. ചേനഗിരി, സ്വർണ്ണഗിരി പ്രദേശം, രാജാക്കപ്പ് റോസ് ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വൈദ്യുതി എത്തിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. രാജാക്കുപ്പിൽ ചില വൈദ്യുതി ലൈനുകൾ വലിക്കുകയുണ്ടായി. ബാക്കി വനമേഖലയിൽ വരുന്ന പ്രദേശങ്ങളിൽ ഇപ്പോൾ വിളക്കുമരം വരെ റോസുമലയിൽ വനംവകുപ്പിന് അനുമതി ലഭിച്ചു. അവശേഷിക്കുന്ന സ്ഥലത്ത് കൂടി അനുമതി തരാമെന്ന് വനംവകുപ്പ് പറഞ്ഞിട്ടുണ്ട്. ആ പ്രദേശങ്ങളിൽ വൈദ്യുതി നൽകുന്നതിന് രാജീവ് ഗാന്ധി സ്കീം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്കീം ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ലഭിക്കുന്നതിനാവശ്യമായ അനുമതി ഉൾപ്പെടെ തരുന്നതിന് വനംവകുപ്പ് സന്നദ്ധത ഞങ്ങൾ പ്രകടിപ്പിക്കുകയുണ്ടായി. മന്ത്രിയുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ കൊല്ലം MP NK പ്രേമചന്ദ്രൻ, പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജു, ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാമ്പഴത്തറ സലീം, തിരുവനന്തപുരം ഇക്കോ ടൂറിസം ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ KJ വർഗീസ്, കൊല്ലം CCF പുകഴേന്തി IFS, തെന്മല അച്ചൻകോവിൽ DFOമാരായ കാർത്തികേയൻ IFS, അനിൽ ആന്റണി എന്നിവരും പങ്കെടുത്തു. ലൈവ് വാർത്ത ആര്യങ്കാവ്. കരിഞ്ചന്തയിൽ വിൽക്കാനുള്ള ശ്രമത്തിനിടെ പിടികൂടിയ റേഷനരി കടക്കൽ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ വെയിലും മഴയുമേറ്റ് നശിക്കുന്നു. ഇത് ഉടനടി വിറ്റഴിക്കണമെന്ന കളക്ടറുടെ നിർദ്ദേശവും നടപ്പായില്ല. രഹസ്യവിവരത്തെ തുടർന്ന് ഡിസംബർ 16-നാണ് കടക്കൽ CI B ഹരികുമാർ, SI MA കബീർ എന്നിവരുടെ നേതൃത്വത്തിൽ അരി പിടികൂടിയത്. കടക്കൽ ആനപ്പാറയ്ക്ക് സമീപത്തു നിന്നാണ് ഒരു ലോഡ് അരി പിടിയിലായത്. വാഹനത്തിന്റെ ഡ്രൈവറെയും സഹായിയെയും പിടികൂടുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. പിടികൂടിയ വാഹനം സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ പിടികൂടുന്ന അരി നശിച്ചു പോകുന്നതിന് മുൻപ് അധികൃതർ ഏറ്റെടുത്ത് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യണമെന്ന 1966-ലെ കേരള റേഷനിംഗ് ഉത്തരവിലും 1955-ലെ അവശ്യസാധന നിയമത്തിലെ 3-7 വകുപ്പുകളിലും പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടതായി ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഭക്ഷ്യസാധനങ്ങൾ പൊതുവിതരണ കേന്ദ്രം വഴി വിറ്റഴിക്കാൻ ഈ മാസം 8-ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവ് നടപ്പിലാക്കാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. റേഷൻ കടകളിലെത്തുന്ന ഉപഭോക്താക്കൾക്ക് അരിയില്ല എന്ന മറുപടി പതിവായി കിട്ടുമ്പോഴും ഒരു ലോഡ് അരി കടക്കൽ സ്റ്റേഷൻ പരിസരത്ത് വെയിലും മഴയുമേറ്റ് നശിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കടക്കൽ. അന്യാധീനപ്പെട്ട ആദിവാസി ഭൂമി തിരികെ നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇന്ത്യൻ ദളിത് ഫെഡറേഷൻ ചൂണ്ടിക്കാട്ടി. അരിപ്പ ഭൂസമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സംഘടന താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ജനറൽ സെക്രട്ടറി VK വിമലൻ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്കും ഭൂമി വേണം, തലച്ചായ്ക്കാനിടം, അതിനൊരു കൂര, അതിന് ഞങ്ങൾക്ക് അല്പം ഭൂമി വേണം. അളവ് ഞങ്ങൾ നിശ്ചയിക്കുന്നില്ല, നിങ്ങളുടെ മാന്യത ഞങ്ങൾ അറിയട്ടെ. ഏതളവിൽ നിങ്ങൾ ഞങ്ങൾക്ക് തരുന്നു എന്ന് ഞങ്ങൾ വീക്ഷിക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്ക് ഭൂമി വേണം, അത് കൂടിയേ തീരൂ. അതിനായി ഞങ്ങൾ ഈ സമരം. കൃഷിഭൂമി ആവശ്യപ്പെട്ട് ഇന്ത്യൻ ദളിത് ഫെഡറേഷൻ അരിപ്പ ഭൂസമര സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള കളക്ടറേറ്റ് മാർച്ച്, ധർണ, തിങ്കൾക്കരിക്കം വില്ലേജ് ഓഫീസ് മാർച്ച് എന്നിവയുടെ തുടർച്ചയായാണ് താലൂക്ക് ഓഫീസ് പടിക്കലും കൂട്ടധർണ സംഘടിപ്പിച്ചത്. ബുധനാഴ്ച രാവിലെ 10 മുതൽ ഉച്ചവരെയായിരുന്നു ധർണ. പെരിനാട് ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. ജനറൽ കൺവീനർ പള്ളിക്കൽ സാമുവൽ സ്വാഗതം പറഞ്ഞു. ജാനകി രാജപ്പൻ, തോമസ് ജോൺ ചെപ്ര, MJ രാജു വെച്ചൂച്ചിറ, K ശശികുമാർ, സുരേഷ് കൊട്ടാരക്കര, മണ്ണൂർ രാജേന്ദ്രൻ, മേലില ബാബു, ദാസൻ താമരക്കുടി തുടങ്ങിയവർ സംസാരിച്ചു. കൺവീനർമാരായ വേലു അരിപ്പ, C ബാബു തുടങ്ങിയവർ ധർണാ സമരത്തിന് നേതൃത്വം നൽകി. ലൈവ് വാർത്ത പുനലൂർ. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനം സംഘടിപ്പിക്കുന്ന കൊട്ടാരക്കര കൺവെൻഷന്റെ 57ാമത് യോഗം ജനുവരി 25 മുതൽ അടുത്ത മാസം 1 വരെ. തെക്കിന്റെ മാരാമൺ എന്നാണ് പ്രസിദ്ധമായ ഈ കൺവെൻഷൻ അറിയപ്പെടുന്നത്. കൊട്ടാരക്കര മാർത്തോമ ജൂബിലി മന്ദിരം കോമ്പൌണ്ടിലെ വിശാലമായ പന്തലിലാണ് കൺവെൻഷൻ. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽപ്പെട്ട 91 ഇടവകകളുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കൺവെൻഷൻ ഞായറാഴ്ച വൈകിട്ട് 6:30-ന് മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്യും. കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ യുയാക്കിം മാർ കൂറിലോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനാവും. പ്രസിദ്ധ കൺവെൻഷൻ പ്രസംഗകൻ വർഗീസ് തോമസ് സന്ദേശം നൽകും. കൺവെൻഷൻ ഗാനങ്ങളുടെ CD യോഗത്തിൽ വെച്ച് പ്രകാശനം ചെയ്യും.
തുടർന്നുള്ള ദിവസങ്ങളിൽ ഡോക്ടർ യുയാക്കി മാർ കൂറിലോസ് എപ്പിസ്കോപ്പ, ജോസഫ് മാർ ബർണബാസ് എപ്പിസ്കോപ്പ, ഡോക്ടർ എ.ജെ. ജോഷുവ മാവേലിക്കര, റവറൻ സഞ്ജയ് സാമുവൽ, റവറൻ എബ്രഹാം പി. ഉമ്മൻ, തോമസ് മാത്യു, സിസ്റ്റർ ജെർമൈൻ എ.എസ്.ജെ, ഫാദർ ടി.ജെ. ആന്റണി, റവറൻ ടോം ജോൺ എന്നിവർ പ്രസംഗിക്കും. സമാപന സമ്മേളനത്തിൽ CSI സഭയുടെ ഈസ്റ്റ് കേരള ബിഷപ്പ് റൈറ്റ് റവറൻ കെ.ജി. ഡാനിയൽ പ്രസംഗിക്കും. ജനുവരി 26, 27, 28 എന്നീ ദിവസങ്ങളിൽ രാവിലെ 9:30 മുതൽ 1 മണി വരെ നടക്കുന്ന റിന്യൂവൽ കോൺഫറൻസിന് PS തോമസ് ഓതറ നേതൃത്വം നൽകും. കൺവെൻഷനോടനുബന്ധിച്ച് ജനുവരി 26, 27, 28, 29, 30 എന്നീ തീയതികളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 4 മണി വരെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക യോഗങ്ങൾ സംഘടിപ്പിക്കും. കരമാളൂർ മാർത്തോമ സ്കൂൾ, വാളകം മാർത്തോമ സ്കൂൾ, കുണ്ടറ മാർത്തോമ സ്കൂൾ, കൊട്ടാരക്കര മാർത്തോമ ഗേൾസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ വെച്ചാണ് കുട്ടികളുടെ സമ്മേളനം. കഴിഞ്ഞ വർഷം സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം കൺവെൻഷൻ പന്തലിൽ വെച്ച് അടുത്ത ഞായറാഴ്ച 25-ാം തീയതി വൈകിട്ട് 4:30 നടത്തപ്പെടുന്നു എന്നുള്ളതാണ് ഈ കൺവെൻഷന്റെ പ്രത്യേകത എന്നുള്ളത് ഓർമ്മിപ്പിക്കട്ടെ. വാർത്താ സമ്മേളനത്തിൽ കൂറിലോസ് തിരുമേനി, റവറൻ ഈപ്പൻ ചെറിയാൻ, റവറൻ ജോർജ് ജോസ്, റവറൻ ജയ് വർഗീസ്, അഡ്വക്കേറ്റ് മാത്യൂസ് കെ. ലൂക്ക്, PJ ഡേവിഡ്, മാത്യൂസ് റോയ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഏനാദിമംഗലത്ത് മീൻ പിടിക്കാൻ പാറമടയിലെ വെള്ളക്കെട്ടിൽ ചാടിയ 2 യുവാക്കൾക്ക് ചെളിയിലകപ്പെട്ട ദാരുണാന്ത്യം. ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മാനദണ്ഡങ്ങൾ പാലിക്കാതെ അനധികൃതമായി പ്രവർത്തിക്കുന്ന ക്വാറികൾക്കെതിരെ സർക്കാർ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തം. സർക്കാർ ജീവനക്കാരും അധ്യാപകരും സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച പണിമുടക്ക് പുനലൂർ താലൂക്കിൽ പൂർണ്ണം, പത്തനാപുരത്ത് ഭാഗികം. പണിമുടക്കിൽ ജനം വലഞ്ഞു. സമരം തെറ്റായ നടപടിയെന്ന് സർക്കാർ അനുകൂല സംഘടനാ പ്രതിനിധികൾ. ആര്യങ്കാവ് പഞ്ചായത്തിലെ വനമേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങൾക്ക് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ പരിഹാരമായതായി വൈസ് പ്രസിഡന്റ് മാമ്പഴത്തറ സലീം. ദേശീയപാതാ വിഭാഗം ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്നും മാമ്പഴത്തറ സലീം. കരിഞ്ചന്തയിൽ വിൽക്കാനുള്ള ശ്രമത്തിനിടെ പിടികൂടിയ റേഷനറി കടക്കൽ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ നശിക്കുന്നു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.